ബിൽക്കിസ് ബാനു കേസിൽ സർക്കാരിനെതിരായ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ നീക്കുന്നതിന് ഗുജറാത്ത് സർക്കാർ നിയമോപദേശം തേടും. ശിക്ഷാ ഇളവിൽ തെറ്റില്ലെന്ന നിലപാടിലാണ് ഗുജറാത്ത് സർക്കാർ. കുറ്റവാളികൾ ശിക്ഷാ ഇളവ് തേടി മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ചേക്കും. ബിൽക്കിസ് ബാനു കേസിലെ വിധിന്യായത്തിൽ രൂക്ഷമായ ഭാഷയിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. ഈ പരാമർശങ്ങൾ നീക്കുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനാണ് ഗുജറാത്ത് സർക്കാർ നിയമോപദേശം തേടുന്നത്. ഗുജറാത്ത് കലാപ കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവിൽ തെറ്റില്ലെന്ന നിലപാടിലാണ് ഗുജറാത്ത് സർക്കാർ. 1992 ശിക്ഷാ ഇളവ് നയം അനുസരിച്ചാണ് തീരുമാനമെടുത്തത്. ശിക്ഷാ ഇളവിൽ ഗുജറാത്ത് സർക്കാരിന് തീരുമാനമെടുക്കാമെന്നാണ് 2022 മെയ് മാസത്തിലെ വിധി. ഇതനുസരിച്ചാണ് തീരുമാനമെടുത്തത് എന്നുമാണ് ഗുജറാത്ത് സർക്കാരിൻ്റെ നിലപാട്. ഗുജറാത്ത് സർക്കാരല്ല, മഹാരാഷ്ട്ര സർക്കാരാണ് ശിക്ഷാ ഇളവിൽ തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ ശിക്ഷാ ഇളവ് തേടി 11 കുറ്റവാളികളും മഹാരാഷ്ട്ര സർക്കാരിനെ സമീപിച്ചേക്കും. ജയിലിലേക്ക് മടങ്ങും മുൻപ് അപേക്ഷ നൽകാനാണ് സാധ്യത. ശിക്ഷാ ഇളവ് നേടിയ കാലയളവിലെ പെരുമാറ്റം പരിഗണിക്കണമെന്നാവും ആവശ്യം. മഹാരാഷ്ട്ര സർക്കാരിന്റെ 2008 ശിക്ഷാ ഇളവ് സംബന്ധിച്ച നയം ബിൽക്കിസ് ബാനു കേസിലെ കുറ്റവാളികൾക്ക് അനുകൂലമല്ല. 2008 ഏപ്രിൽ 11 അംഗീകരിക്കപ്പെട്ട ശിക്ഷാ ഇളവ് നയമനുസരിച്ച് ഇളവ് ലഭിക്കാൻ ഏറ്റവും കുറഞ്ഞത് 18 വർഷം ശിക്ഷാകാലം പൂർത്തിയാക്കണം. ഇതനുസരിച്ച് മഹാരാഷ്ട്ര സർക്കാർ ശിക്ഷാ ഇളവിന് പരിഗണിച്ചാലും 2026 മാത്രമാകും ഗുജറാത്ത് കലാപക്കേസിലെ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവിന് അർഹത. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.